ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത്. പിന്നെ എന്തുണ്ട് വിശേഷം? ഞാൻ കടയിൽ വന്നു, ഉറങ്ങിയിട്ടില്ല. അതാണ് കണ്ണൊക്കെ ഇങ്ങനെ ഒന്നും വിചാരിക്കരുത് ഉറങ്ങിയിട്ടില്ല. ഉറക്കത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ശരിക്കും മനസ്സമാധാനമായിട്ട് ഉറങ്ങിയിട്ടുണ്ടോ? മനസ്സമാധാനമായിട്ട് ഒന്നും അറിയാണ്ട് ഉറങ്ങിയിട്ടുണ്ട്. ഞാനൊക്കെ അങ്ങനെ ഉറങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു വർഷങ്ങളായി എന്ന് തോന്നുന്നുണ്ട്. ചില ദിവസങ്ങളെ ഇങ്ങനെ കാണുന്നൊരു റംലത്തല്ല ജീവിതത്തിൽ. കാരണം ഉറക്കമെന്ന് പറയണ തീരല്ല. തലവേദന ഒക്കെ ഉണ്ടല്ലോ, അസ്ഥാനത്തിൽ വന്നിരിക്കണം. ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്ത പ്രശ്നം, അത് കഴിയുമ്പോൾ പിറ്റത്തെ പ്രശ്നം. ഞാൻ ആലോചിക്കുക, എനിക്ക് മാത്രം എന്താ പഠിച്ചോനെ ഇങ്ങനെ പ്രശ്നങ്ങൾ നീ തരണേന്നൊക്കെ ഇങ്ങനെ ആലോചിക്കട്ടെ. അപ്പോൾ ഞാൻ നമ്മളെക്കാട്ടിയും താഴെയുള്ളവരെ കുറിച്ചൊന്നും ആലോചിക്കും. അപ്പം ഞാൻ ഓരോരുത്തരുടെ കഥ ഇങ്ങനെ കേൾക്കുമ്പോൾ വിചാരിക്കും, അവരെ സംബന്ധിച്ച് ഒന്നുമല്ല എന്ന് വിചാരിക്കും. ചിലതൊക്കെ വരുമ്പോഴല്ലോ നമുക്ക് തീരാണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികളെ കാര്യങ്ങളാണെങ്കിലും ചില കുത്തുവാക്കുകളുണ്ടല്ലോ, അത് എന്നെ ഒരാൾ തല്ലിയാൽ ഞാൻ കൊള്ളും. ചില വാക്കുകളുണ്ടല്ലോ, അതെനിക്ക് പൊറുക്കാൻ പറ്റില്ല. അത് ആരിൽ നിന്നായാലും, ഏറ്റവും വേണ്ടപ്പെട്ടവരിൽ നിന്നായാലും, ആരിൽ നിന്ന് ഞാൻ ഉള്ളതുപോലെ പറയുന്ന ഒരു വ്യക്തിയാണ്. അത് ആരെന്ത് വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ള ഒരിതാണ്. കൂടുതൽ നന്നായിട്ട് എനിക്ക് വല്ല സങ്കടം വന്നാണെങ്കിൽ ഞാൻ ഇരുന്ന് കരയും. എൻ്റെ മുഖത്തത് കാണും, എൻ്റെ ലൈവിൽ അത് കാണും. അങ്ങനെയുള്ള വ്യക്തിയാണ്. ആരെങ്കിലും ഒരു രൂപ തന്ന് സഹായിച്ചിട്ടുണ്ടെങ്കിൽ 10 രൂപയുടെ ഉപകാരം നമ്മളെ കൊണ്ടുണ്ടായിരിക്കും. കാരണം എന്നെയൊക്കെ സംബന്ധിച്ചിട്ടുള്ള ഞാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. കാരണം എൻ്റെ പ്രശ്നങ്ങളും ഒന്നുമല്ല എന്ന് വിചാരിച്ചിട്ട് സഹായിച്ചിട്ടുള്ളത് കുറേ ആൾക്കാർ എന്നെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഇല്ലാത്തൊന്നും പറയാൻ പാടില്ല. എന്നെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ആ സഹായം ലാസ്റ്റ് ഉപദ്രവമായിട്ട് വരുന്ന ചില അവസ്ഥകളൊക്കെ ഉണ്ട്. പിന്നെ അതേമാതിരി തന്നെ നമ്മൾ ഒന്നിനെ കുറിച്ച് ചിന്തിക്കണ്ട എന്ന് വിചാരിക്കുമ്പോൾ ചില ഓർമ്മകളുണ്ടല്ലോ, നമ്മളെ പിന്നെയും അങ്ങനെ കുത്തി നോവിക്കും. അപ്പോൾ ചോദിക്കും, കാണുമ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ എന്തൊരു ഹാപ്പിയാണേ. പിന്നെ ചോദിക്കുമ്പോൾ ഇവൾ ഭയങ്കര വീഡിയോയിൽ കാണുമ്പോഴും ഷോർട്സിൽ കാണും ഇതെന്തെങ്കിലും ഒന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്യേണ്ട സമയത്ത് വീഡിയോ ചെയ്യുന്നതും ഷോർട്സ് ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പച്ച പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചില സമയത്ത് നമുക്ക് തോന്നും ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന അവസ്ഥകളുണ്ട്. എല്ലാം ശരിയാവും എന്ന് വിചാരിക്കുമ്പോൾ പുതിയതായി ഓരോ പ്രശ്നങ്ങൾ നമ്മൾ വന്നിട്ട് ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു അറിയില്ലേ. നമ്മൾ മനസ്സോ വാചകമോ ഒന്നും അറിയാത്ത കാര്യങ്ങൾ നമ്മളിൽ വന്ന് കുത്തി നോവിക്കും. ഞാൻ എന്നെ സംബന്ധിച്ച് ആര് പറഞ്ഞാലും എനിക്കൊരു വിഷയമല്ല. കാരണം ഞാൻ പോകുന്ന വഴി എന്താണെന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളിടത്തോളം കാലം ആരെയും ഞാൻ പേടിക്കുമില്ല. എന്നാലും ചില അവസ്ഥകൾ വരുമ്പോൾ പെണ്ണല്ലേ, കരഞ്ഞല്ലേ പറ്റൂ. എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സമാധാനം കിട്ടുന്നത് എപ്പോഴാണെന്ന് പറയും, പൊട്ടി കരയുമ്പോഴാണ്. സത്യം. ആരെന്ത് പറഞ്ഞാലും കുറച്ചെൻ്റെ കരഞ്ഞാലുണ്ടല്ലോ എനിക്ക് നല്ലൊരു ആശ്വാസം. ഞാൻ ആരെന്ത് പറഞ്ഞാലും ഇങ്ങനെ അത് റീവൈൻഡ് ചെയ്തിട്ട് ഇങ്ങനെ ആലോചിക്കും, എന്തിനാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ ഞാൻ വിചാരിക്കും അവരുടെ സ്വഭാവം നമ്മളതിൽ വെച്ച് കെട്ടുകയാണ്. അങ്ങനെ ഇതാക്കുന്ന കുറേ അവസ്ഥകളുണ്ട് കേട്ടോ. ഉറക്കം തീരെല്ലാണ്ടായി വരികയാണ് ഓരോ ദിവസം. അത് കാരണം നല്ല തലവേദന ഉണ്ട്. അപ്പോൾ തലവേദന എന്ന് പറയുമ്പോൾ ഓരോരുത്തർ പറയാം അതിങ്ങനെ മൊബൈലിൽ നോക്കിയിട്ടല്ല, ഉറക്കമില്ലായ്മ കുറേ വേറെ വല്ല പ്രശ്നങ്ങളിൽ കൂടെ പ്രശ്നങ്ങൾ ഇങ്ങനെ കടന്നു കുറേ പ്രശ്നങ്ങൾ ഇങ്ങനെ പരിഹരിച്ച് വരുമ്പോൾ കുറേ പ്രശ്നങ്ങൾ പിന്നെയും ഇങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു വിഷമം വേറെ ഉണ്ട്. എല്ലാം ശരിയാവും എന്നുള്ള വിശ്വാസത്തോടെ ഇനിയും ജീവിക്കണം. 2 മക്കളുണ്ട്, അവർക്ക് വേണ്ടി ജീവിക്കണം. പിന്നെ അതേപോലെ തന്നെ വേറെ എന്താ പറയാൻ വന്നത്, അപ്പോൾ എല്ലാവരും മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഓരോന്നും പറയരുത് പ്ലീസ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് പറയുക. ഒരാളെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ അത് നല്ലതാണ് എന്ന് വിചാരിച്ചിട്ട് മാത്രം പറയരുത്. കാരണം നിങ്ങൾ കൺമുന്നിൽ കാണുന്ന കാര്യം മാത്രം പറയുക, അല്ലാതെ അവിടുന്നും ഇവിടുന്നും കേട്ട കാര്യങ്ങൾ എടുത്തിട്ട് ഇതാക്കാൻ നിൽക്കരുത്. പറഞ്ഞാൽ മനസ്സിലായോ? എട്ടുണ്ടവർക്ക് കിട്ടിയിട്ടുണ്ടാവും, കിട്ടാത്തവർക്ക് കത്തിയിട്ടുണ്ടാവും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും.